നമുക്കൊന്ന് ചെറുതായിട്ടൊരു ചിക്കൻ റോസ്റ്റും ഒരു നെയ്ച്ചോറും വയ്ക്കുക. അതിന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും പേസ്റ്റ് മൂപ്പിക്കുക. എല്ലാവർക്കും അറിയാവുന്നതാണ്, എൻ്റെ സ്റ്റൈലിൽ ഞാൻ കാണിക്കും. ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് അതിനകത്ത് നമുക്ക് സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇടാം. ഇത് റോസ്റ്റാവട്ടെ. ഉള്ളി ഏകദേശം വഴന്നിട്ടുണ്ട്. നമുക്ക് 2 ചെറിയ തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. റോസ്റ്റല്ലേ, തക്കാളി കിടക്കട്ടെ. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം മൂത്ത് തുടങ്ങി. തക്കാളിയും ഉള്ളിയും പിടിച്ച എണ്ണ എല്ലാം ഇറങ്ങി തുടങ്ങി മൂത്തിട്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി മൂക്കുന്നൊരിളക്കാം. എന്നിട്ട് ചിക്കൻ അരപ്പ് പുരട്ടി വെച്ചിരിക്കുക. ഇതിനകത്ത് മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി എല്ലാം ചേർത്ത് പുരട്ടി വെച്ചിരിക്കുകയാണ്. നമുക്കിത് മൂത്ത് കഴിയുമ്പോൾ അതിലോട്ട് മല്ലിപ്പൊടി മൂത്ത്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒന്ന് മസാല പിടിക്കട്ടെ. എന്നിട്ട് നമുക്ക് തിളച്ച വെള്ളം ഒഴിക്കാം. നമുക്ക് ചെറുതായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ ആവശ്യമുള്ളൂ. കമത്തി നല്ലപോലെ അടച്ച് ചെറു തീയിൽ അത് ശരിയായിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് റൈസ് ശരിയാക്കാം. കപ്പിനൊരു 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ 4.5 കപ്പ് വെള്ളം തിളപ്പിക്കണം. ഇത് കഴുകി ഒരു 10 മിനിറ്റ് കുതിക്കാൻ വെക്കും. ഈ അരിയാണ് എടുത്തത്. ഞങ്ങൾ ഫ്രൈഡ് റൈസ് വെച്ച് നല്ലതായിരുന്നു. ചിക്കൻ കറി റെഡിയായി. ചിക്കനകത്ത് ചേർത്ത് വെച്ചിരുന്ന മുളക് പൊടി മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് ഇട്ടിട്ടില്ല. പിന്നെ മല്ലിപ്പൊടി മാത്രം ഉള്ളി വഴറ്റിയപ്പോൾ ചേർത്ത്. ചിക്കൻ കറി റെഡി. കറിയല്ല, റോസ്റ്റ്. ആവശ്യമായ നെയ്യിടാം. അണ്ടിപ്പരിപ്പ് ഉള്ളി വറുത്ത് കോരി. ഇനി നമുക്ക് ഗ്രാമ്പും പട്ട ഇടാം. എന്നിട്ടൊരു സവാള, ചെറിയൊരു സവാള അരിഞ്ഞത്. ഈ സവാള മൂക്കരുത്. ഏകദേശം ഇത്രയും മൂപ്പായാൽ മതി. ഇനി നമുക്ക് അരിയിട്ട് ഒന്ന് റോസ്റ്റാക്കാം. ഞങ്ങൾ ഈ നെയ്യാണ് എടുത്തത്. സൂപ്പർ നെയ്യാണ്. ഇനി 10 മിനിറ്റ് കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് ചെറിയ രീതിയിലൊന്ന് വറുത്തെടുക്കാം, പൊടിയാതിരിക്കാൻ. ചെറു തീയിൽ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അധികം ചെറുതാകരുത്. ഒരു ചെറിയ ഈ ഫ്ലെയിമിൽ വെള്ളം 4.5 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അരി ചെറിയ രീതിയിൽ മൂത്തിട്ടുണ്ട്, നന്നായി മൂത്തിട്ടുണ്ട്. കഴുകാം. നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിക്കാം. നമുക്ക് ചെറുതായിട്ട് നാരങ്ങ നീരൊഴിക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. എന്നിട്ട് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ വെന്തെടുക്കാം. നമുക്ക് ചെറുതായിട്ട് ഇളക്കി വെച്ച് കൊടുക്കാം. പകുതി വേവായി. ഈ വെള്ളം പറ്റുമ്പോഴത്തേക്ക് അരി ആവശ്യത്തിന് വേണം. റൈസ് ഓക്കെ ആയി. ഒന്നിലൊന്നി പിടിക്കാതിരിക്കുക. കാണുമ്പോൾ ഇങ്ങനെ ഒട്ടിയിരിക്കുന്നെങ്കിലും
നമുക്ക് ഇച്ചിരി രണ്ട് പരിപ്പ്, ഓക്കെ. നമുക്ക് ഇത് കുറച്ച് നേരം അടച്ച് വെച്ചേക്കാം. തീ ഓഫാക്കിയേക്കാം. ആവിയിലിരുന്ന് ബാക്കിയുടെ റെഡിയാവും. ഓക്കെ, ചിക്കൻ റെഡി, നെയ്ച്ചോറ് റെഡി.